നമസ്കാരം. തെരഞ്ഞെടുപ്പിനിടെയുണ്ടാകുന്ന അക്രമ പ്രവർത്തനങ്ങൾക്ക് കുപ്രസിദ്ധി നേടിയ സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ. തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴും ഒടുവിൽ ഫലപ്രഖ്യാപനം വന്നതിന് ശേഷവുമൊക്കെ വ്യാപകമായ അക്രമങ്ങൾ സംസ്ഥാനത്ത് നടക്കാറുണ്ട്. തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇത്തരത്തിൽ സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴെല്ലാം സമൂഹം അക്രമത്തിലേക്ക് പോകാറുണ്ട്. ഒരു വലിയ വിഭാഗം ജനങ്ങളെ പാർട്ടി ഗുണ്ടകൾ ഇത്തരത്തിൽ ശാരീരികമായി ആക്രമിക്കുന്നതും വീട്ടിൽ നിന്ന് ഇറക്കിവിടുന്നതും വീടുകളടക്കം തീവെച്ച് നശിപ്പിക്കുന്നതുമെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ ഇത്തരത്തിലുള്ള അക്രമ പ്രവർത്തനങ്ങൾക്കെതിരെ പ്രവർത്തിക്കാൻ അല്ലെങ്കിൽ അക്രമ പ്രവർത്തനങ്ങൾ ഇല്ലാതാക്കാനുള്ള എല്ലാവിധ നടപടികളും സംസ്ഥാനത്തെ ഗവർണർ, പശ്ചിമ ബംഗാൾ ഗവർണറും മലയാളിയായ CV ആനന്ദബോസ് ഒരുക്കിയിരുന്നു എന്നുള്ളതാണ്. രാജ്ഭവനിൽ ഇതിന് അദ്ദേഹം പ്രത്യേക സംവിധാനങ്ങൾ ഒരുക്കിയിരുന്നു. പക്ഷേ എന്നിട്ടും ചില അക്രമ പ്രവർത്തനങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം, ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം സംസ്ഥാനത്ത് നടന്നു. അതിന് ഇരയായ ആളുകളെ നേരിട്ട് കാണും എന്ന് പ്രഖ്യാപിക്കുകയാണ് പിന്നീട് സംസ്ഥാനത്തെ ഗവർണർ CV ആനന്ദബോസ് ചെയ്തത്. പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരിയോടൊപ്പം ഒരു വിഭാഗം ജനങ്ങൾ, തൃണമൂൽ കോൺഗ്രസിൻ്റെ അക്രമത്തിനിരയായ ഒരു കൂട്ടം ആളുകൾ ഗവർണറെ നേരിട്ട് പരാതി അറിയിക്കാനെത്തി. സുവേന്ദു അധികാരിയാണ് ആദ്യമായി പരാതി രാജ്ഭവനെ അറിയിച്ചത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ജനങ്ങളെ നേരിട്ട് കാണാനായി ഗവർണർ തീരുമാനിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ വ്യാഴാഴ്ചയോടെ ഈ ആളുകൾ പരാതിയുമായി രാജ്ഭവനിലെത്തിയിരുന്നു. രാജ്ഭവനിൽ നിന്നുള്ള മുൻകൂട്ടി അനുവാദം വാങ്ങിയതിന് ശേഷമാണ് ഇവർ രാജ്ഭവനിലെത്തിയത്. എന്നാൽ പോലീസ് അധികാരികൾ ഇവരെ രാജ്ഭവനുള്ളിലേക്ക് കടത്തിവിട്ടില്ല. രാജ്ഭവൻ്റെ പ്രവർത്തനങ്ങളിൽ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് ഇടപെടുന്നതിനെതിരെ കർശനമായ താക്കീത് അന്ന് തന്നെ ഗവർണർ സർക്കാരിന് നൽകിയിരുന്നു. അതുമാത്രമല്ല, രാജ്ഭവനിലേക്ക് ജനങ്ങളെ കടത്തിവിടാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് അല്ലെങ്കിൽ കടത്തിവിടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കൽക്കത്ത ഹൈക്കോടതിയെയും ചിലർ സമീപിച്ചിരുന്നു. കൽക്കത്ത ഹൈക്കോടതിയുടെ വിധിയും സംസ്ഥാന സർക്കാരിനെതിരായിരുന്നു. സർക്കാരിനെതിരെ രൂക്ഷമായ വിമർശനം നടത്തിക്കൊണ്ടാണ് മുൻകൂർ അനുമതി ഉണ്ട് എങ്കിൽ തീർച്ചയായും ജനങ്ങളെ രാജ്ഭവനിലകത്തേക്ക് പ്രവേശിപ്പിക്കണമെന്ന് കർശനമായ നിർദ്ദേശം പോലീസിന് നൽകുന്നത്. അതിനെ തുടർന്നാണ് ഈ കഴിഞ്ഞ ദിവസം ഞായറാഴ്ച നിങ്ങൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ രാജ്ഭവനിലേക്ക് പരാതികളുടെ കെട്ടുമായി പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിൽ തൃണമൂൽ കോൺഗ്രസിൻ്റെ അക്രമത്തിനിരയായ ജനങ്ങൾ രാജ്ഭവനിലെത്തിയത്. തുടർന്ന് സംസ്ഥാന ഗവർണർ CV ആനന്ദബോസ് ഈ പരാതിക്കാരുമായി നേരിട്ട് ആശയവിനിമയം നടത്തി അവരുടെ പരാതികൾ കേട്ടു. പലരും കയ്യിലും കാലിലും ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലുമെല്ലാം പരിക്കുകളോടുകൂടിയാണ് അവർ രാജ്ഭവനിലെത്തിയത്. പലരുടെയും ദേഹത്ത് ചോരയൊലിപ്പിക്കുന്ന മുറിവുകളുണ്ടായിരുന്നു. മനസ്സിലെ മുറിവ് അതിനേക്കാൾ അപ്പുറമായിരുന്നു. ഈ രീതിയിലാണ് CV ആനന്ദബോസ് ഈ തൃണമൂൽ കോൺഗ്രസിൻ്റെ അക്രമത്തിന് ഇരയായ ജനങ്ങളെ കണ്ടത്. തീർച്ചയായും ഇത്തരം അക്രമങ്ങൾക്കെതിരെ കർശന നടപടി എടുക്കണമെന്ന് അദ്ദേഹം പിന്നീട് മമതാ സർക്കാരിനോട് നേരിട്ട് തന്നെ നിർദ്ദേശിക്കുന്ന സ്ഥിതിവിശേഷമുണ്ടായി. എന്തായാലും രാജ്ഭവൻ്റെ കാര്യങ്ങളിൽ പോലീസിനെ ഉപയോഗിച്ച് ഇടപെടുന്ന മമതാ ബാനർജിയുടെ നീക്കത്തിനെതിരെ നേരിട്ട് ഏറ്റുമുട്ടാൻ തന്നെയാണ് ഇപ്പോൾ സംസ്ഥാന ഗവർണർ CV ആനന്ദബോസ് തയ്യാറെടുത്തിരിക്കുന്നത്. അദ്ദേഹം പോലീസിനോട് രാജ്ഭവൻ്റെ സുരക്ഷാ ചുമതലയിൽ നിന്ന് ഒഴിവാകാനാണ് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് രാജ്ഭവൻ ഒഴിഞ്ഞു പോകണമെന്ന് സംസ്ഥാന പോലീസിനോട് ഗവർണർ നിർദ്ദേശിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ബംഗാളിൽ നിന്ന് വരുന്നത്. അതായത് ബംഗാളിൽ ഗവർണറും സർക്കാരും തമ്മിലുള്ള പോര് മറ്റൊരു തലത്തിലെത്തിയിരിക്കുന്നു എന്ന് തന്നെയാണ് ഗവർണറുടെ ഈ തീരുമാനത്തോടെ വ്യക്തമാകുന്നത്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.